ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇത് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന സെക്ഷന്റെ ഫൈനൽ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഹാൻഡ് റൈറ്റിംഗ് എന്താണെന്നും അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നും ഇൻഡിവിജ്വൽ ആൻഡ് ക്ലാസ് ഫീച്ചേഴ്സ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. സോ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് നോക്കാം. ആക്ച്വലി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആൻഡ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്. അതായത് ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ആയിട്ട് കിട്ടുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉൾപ്പെടുന്നതാണ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ്. കാരണം എന്താ, അത് നമ്മുടെ ബോഡി റിലേറ്റഡ് ഇന്റേണലി ഉണ്ടാവുന്നതാണ്. ദ കോസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇന്റേണലി. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, മെന്റൽ സ്ട്രെങ്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, ഒന്നാമത്തത് ഡിസീസ് ആണ്. ഡിസീസ് അല്ലെങ്കിൽ ഇൽനെസ് ആണ്. എന്തൊക്കെയാണ് ഡിസീസ്? എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് എഫേഷ്യ ആണ്. എഫേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടു അണ്ടർസ്റ്റാൻഡ് വേർഡ്സ്. ആണ് അഫേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അഗ്രാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേര് തന്നെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് സെന്റൻസ് ഫ്രെയിം ചെയ്യാനുള്ള ഡിസബിലിറ്റിയാണ്. ഡിസബിലിറ്റി ടു ഫ്രെയിം സെന്റൻസ്. ഇതാണ് അഗ്രേഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ താരേ സമയം പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ബോയ്ക്ക് വരുന്ന ഒരു ഡിസോർഡർ ആണ് അല്ലെങ്കിൽ ഡിസീസ് ആണ് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എൻറ്റയർ ആൽഫബറ്റ്സ് ഇൻവേർട്ടഡ് ആയിട്ട് എന്താണ് കാണുക. അതായത് ലാക്ക് ഓഫ് പെർസിവറൻസ് ആണ്. അൺഏബിൾ ടു പെർസീവ് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ്. അതായത് ഈ ലെറ്റേഴ്സ് നമ്പേഴ്സ് ഒക്കെ ഇൻവേർട്ടഡ് ആയിട്ടാണ് കാണിക്കുക. ഓക്കെ, അതാണ് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പർക്കിൻസൺ ഡിസീസ് അറിയാലോ, അതായത് ന്യൂറോ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നതാണ് പർക്കിൻസൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഒന്നാമത്തെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഡിസീസ് അല്ലെങ്കിൽ ഇൽനസ്. രണ്ടാമത്തെ എന്താണ്? ഏജ് ആണ്. അതായത് ചൈൽഡ്ഹുഡിൽ നമുക്ക് ഒരു രീതിയിലായിരിക്കും എഴുതുന്നുണ്ടാവുക, ഒരു സ്റ്റൈലിലായിരിക്കും എഴുതുന്നുണ്ടാവുക, അല്ലെ? നേരെ നമ്മൾ വെച്ചാൽ ഒരു 12 to 18 ഇയേഴ്സ്, അതായത് അഡോളസെന്റ്, മെച്ചുവർ ആയിട്ടില്ല, അഡോളസെന്റ് ഏജിൽ നമ്മളൊരു സ്റ്റൈലായിരിക്കും. ഇപ്പൊ നമ്മുടെ പഴയ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് നോക്കിയാൽ മതി എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ടെന്ന്. ഓക്കെ, മൂന്നാമത്തെയാണ് ഓൾഡ് ഏജ്. മൂന്നാമത്തെയാണ് ഓൾഡ് ഏജ്. അതായത് ഓൾഡ് ഏജ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? സ്പീഡ് കുറയും, അല്ലെ? കണ്ടിന്യൂറ്റി കുറയും, സ്റ്റൈലില് വ്യത്യാസം വരും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അതാണ് ഏജിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പം ഫിസിയോളജിക്കലി രണ്ട് ഫാക്ടേഴ്സ്, ഡിസീസ് രണ്ടാമത്തത് ഏജ്. മൂന്നാമത്തത് ഹാൻഡ്ലെസ്നെസ് ആണ്. അതായത് ലോസ് ഓഫ് ബോത്ത് ഹാൻഡ്സ് ഓർ ഐദർ ഓഫ് ദി ഹാൻഡ്സ്. ഇത് ചില സമയത്ത് നമുക്ക് എക്സ്ട്രിൻസിക്കലി പറയാം. കാരണം എന്താ, ഇൻബോൺ ആയിട്ട് സംഭവിക്കാം, അല്ലെങ്കിൽ എൻവയോൺമെന്റലായിട്ടും സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇൻബോൺ ആയിട്ട് കൈയില്ലാത്ത ജനിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ പുറമേയുള്ള ആക്സിഡൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ട്രാജഡി സംഭവിച്ചിട്ടും ഹാൻഡോ അല്ലെങ്കിൽ കൈ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ഈ കൈക്ക് സ്വാധീനം കുറയുന്നതും ഇതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ആ സ്ട്രെങ്ത് കുറയുന്നതും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കൈ ഇല്ലായ്മയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കൈ അല്ലെങ്കിൽ രണ്ട് കൈ ഇല്ലായ്മയാണ് ഹാൻഡ്ലെസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എബിലിറ്റി ടു റൈറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ് ആണ്. അതിനെ നമ്മൾ ആംബി ഡെക്സ്റ്ററിറ്റി എന്ന് പറയും. ഓക്കെ, ഒന്നിക്കൽ എബിലിറ്റി ടു റൈറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ് അല്ലെങ്കിൽ ഫീറ്റ്. ബെസ്റ്റ് എക്സാമ്പിൾ ആരാ? നമ്മുടെ നെൽപ്പന്റെ വൈറസ്. അതായത് രണ്ട് കൈ കൊണ്ടും എഴുതാൻ പറ്റുന്ന, അതെന്താണ്? ഒരു ഇൻട്രൻസിക് ഫാക്ടേഴ്സ് ആണ്.
ഇതെങ്ങനെ സംഭവിക്കുക? ഒന്ന് ഇൻബോൺ ആയിട്ട് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഇപ്പം ഈ ഇൻബോൺ ആയിട്ട് ചില സമയം ഈ പവർ കിട്ടാൻ കിട്ടാതിരിക്കുക. രണ്ടാമത്തേത് ബൈ പ്രാക്ടീസ് ആണ്. ഓക്കെ, ബൈ പ്രാക്ടീസ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ പ്രാക്ടീസേ പറയാറുള്ളൂ. പക്ഷെ ഇൻ കേസ് ഇൻബോൺ ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് മെമ്മറി ലോസ്. എക്സാമ്പിൾ മാത്രമാണ് അംനീഷ്യ. ഈ മെമ്മറി ലോസ് എല്ലാ അംനീഷ്യയും മെമ്മറി ലോസ് ആവണമെന്നില്ല. അംനീഷ്യ എന്ന് പറയുന്നത് ലോങ് ടേം മെമ്മറി ലോസ് ആണ്. ഓക്കെ, പക്ഷെ എന്തൊക്കെ മെമ്മറി, ഇപ്പം ഓവർ സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ മെമ്മറി ലോസ് വരാം. അംനീഷ്യ മാത്രമാണ് അതിന് കാരണം. ഒരുപാട് ഫാക്ടേഴ്സിന്റെ മെമ്മറി ലോസ് ഉണ്ടാവുന്നുണ്ട്. സോ എക്സാമ്പിൾ ആണ് പറഞ്ഞ അംനീഷ്യ എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് ന്യൂറോ മസ്കുലാർ കോർഡിനേഷൻ ആണ്. അതായത് നമ്മുടെ ബ്രെയിനും മസിലും തമ്മിലുള്ള കോർഡിനേഷൻ അത് ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നമുക്ക് എഴുതാൻ പറ്റില്ല, മസ്കുലർ മൂവ്മെന്റ് ഇല്ല. ഓക്കെ, ഇനി അടുത്തത് വിഷ്വൽ അല്ലെങ്കിൽ ഐസൈറ്റ് ആണ്. അല്ലെ, ഇപ്പൊ പവർ, അതിക്ക് പവർ ഇല്ല അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ബ്ലൈൻഡ് ആയ ആളാണെങ്കിൽ എന്താ സംഭവിക്കുക? ഉറപ്പായിട്ട് അയാളെ ഹാൻഡ് റൈറ്റിംഗിനെ എഫക്ട് ചെയ്യും അല്ലെ. ബ്ലൈൻഡ് ആയ ആള് അല്ലെങ്കിൽ അതിക്ക് ഷോർട്ട് സൈറ്റുള്ള ആൾക്കാര് അല്ലെങ്കിൽ പവർ കുറഞ്ഞ ആൾക്കാര്, ഇവർക്കൊക്കെ എന്താണ് പറ്റുക? ഹാൻഡ് റൈറ്റിംഗ് ഒരുപാട് ബാധിക്കും. അടുത്തത് ജനറൽ ആയിട്ടുള്ള ഫിസിക്കൽ എബിലിറ്റീസ് ഉണ്ടാവും. അതായത് സ്ട്രെങ്ത് നോർമലി ഉള്ള സ്ട്രെങ്ത്, അതായത് ഒരു പെൻ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ് പിടിക്കാനുള്ള സ്ട്രെങ്ത്. ഇതാണ് ജനറൽ ഫിസിക്കൽ എബിലിറ്റീസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് കഴിഞ്ഞു. അടുത്തത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതായത് മെന്റൽ അല്ലെങ്കിൽ മൈൻഡ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ്. ഒന്നാമത്തതാണ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിക്കല് ഈ പറഞ്ഞ ഓഫീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കൂള്, ഇവിടെ നിന്നൊക്കെ എന്ത് വരാം? സ്ട്രെസ് അനുഭവപ്പെടാം. അതെന്ന് വെച്ചാൽ മെന്റൽ സ്റ്റേറ്റ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രെസ് ആയ ആൾക്കാർക്ക് സംഭവിക്കാം, സ്ട്രെസ് കുറെ ഫാക്ടേഴ്സ് വരാം. അല്ലെങ്കിൽ ഫിയർ കൊണ്ട് വരാം, അല്ലെങ്കിൽ ഓവർലോഡ് വർക്കായിട്ട് വരാം. ഓക്കെ, ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ബാധിക്കാം. ഒന്നിക്കൽ പെട്ടെന്ന് തീർക്കാനുള്ള തത്രപ്പാടിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് എഴുതാം. അതായത് ഒറിജിനൽ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഡിഫിക്കൽട്ട് വേ അല്ലെങ്കിൽ ഡിഫറെന്റ് വേയിലായിരിക്കും എഴുതുന്നുണ്ടാവും. ഓക്കെ, അടുത്തത് മൂഡ് സ്വിങ്സ് ആണ്. എന്താ? ചിലപ്പോൾ ഫിയർ, സാഡ്, ഹാപ്പി. ഓരോ മൂഡ് സ്വിങ്സിലും എന്താണ്? ഡിഫറെന്റ് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, ഫിയറിംഗ് ആണെങ്കിൽ എന്താ? കൈയൊക്കെ ഷെയ്ക്ക് ചെയ്യും അല്ലെ, വിറയിലൊക്കെ വരാൻ ഹാൻഡ് റൈറ്റിംഗ് എഫക്ട് ചെയ്യാം. ഓക്കെ, സാഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? സ്പീഡ് കുറയാം, അതിന്റെ ഒരു സ്റ്റൈലൊക്കെ എഫക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. മെന്റൽ ഡിസോർഡേഴ്സ് എന്തൊക്കെ സംഭവിക്കുന്നത്? ഒന്ന് മെയിൻ ആയിട്ട് പറയുന്നത് ഡിപ്രഷൻ ആണ്. രണ്ടാമത്തത് ഷീസോഫീനിയ. ഷീസോഫീനിയ എന്താണ്? ലേണിംഗ് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുകയാണ് ഷീസോഫീനിയ. ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മെന്റൽ ഡിസോർഡർ ആണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കാരണം. അതേപോലെ തന്നെ OCD ചില സമയത്ത് പറയാറുണ്ട്. OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഇതും ഇതൊക്കെ മെന്റൽ ഡിസോർഡർ, ഹാൻഡ് റൈറ്റിംഗിനെ എഫക്ട് ചെയ്യുന്ന മെന്റൽ ഡിസോർഡർ ആയിട്ട് കൂട്ടാം. മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ഡിപ്രഷൻ ഷിസോഫ്രീനിയാണ്. ഈ ഡിപ്രഷൻ സംഭവിച്ചാൽ അവരുടെ സ്റ്റൈല് ബാധിക്കാം, സ്പീഡിനെ ബാധിക്കാം അല്ലെ, അലൈൻമെന്റിനെ ബാധിക്കാം. അതായത് ടോട്ടലി ഡൗൺ ആയിരിക്കും അവര്. അപ്പം ഈ പറഞ്ഞ ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാനുള്ള ഒരു കാരണം കൂടിയാണ് ഡിപ്രഷൻ. ഓക്കെ, ഒന്നിലും എന്തുണ്ടാവില്ല, ഒരു ആക്റ്റീവ്നെസ് ഉണ്ടാവില്ല. ഇനി അടുത്തത് കോഗ്നിറ്റീവ് പവർ. കോഗ്നിറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ലേൺ അല്ലെങ്കിൽ പവർ ഓഫ് ലേണിംഗ് ആണ്. പവർ ടു ലേൺ, അതായത് പഠിക്കാനുള്ള കഴിവ്. അതാണ് കോഗ്നിറ്റീവ് പവർ. ഇത് ടോട്ടൽ എന്താണ്? മൈൻഡ് ആൻഡ് ബോഡി റിലേറ്റഡ് ആണ്. മൈൻഡ് ആൻഡ് ബോഡി റിലേറ്റഡ്. ഈ പറഞ്ഞ കോഗ്നിറ്റീവ് പവർ ഇല്ലെങ്കിൽ എന്താ? എഴുതാനോ വായിക്കാനോ പറ്റില്ല. ഓക്കെ, നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റില്ല. എന്താണ് പഠിക്കുന്നതെന്നോ എന്താണെന്നോ നമുക്ക് മനസ്സിലാവില്ല. സോ അതാണ് കോഗ്നിറ്റീവ് പവർ. അപ്പൊ ഇനി അടുത്തത് എക്സ്റ്റൻസീവ് ഫാക്ടേഴ്സ് ആണ്. ഇൻട്രൻസിക് കഴിഞ്ഞു. ഇൻട്രൻസിക്കലി ഫിസിയോളജിക്കലും സൈക്കോളജിക്കലും പറഞ്ഞു. ഇനി അടുത്തത് എക്സ്റ്റൻസീവ് ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ് അത്? എക്സ്റ്റൻസീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ കോസ് കൊണ്ട് ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് ആണ്. എക്സ്റ്റേണൽ കോസ് അതായത് എൻവയോൺമെന്റൽ ആയിട്ട് വരുന്നത്, പുറമേ നിന്ന് വരുന്നതാണ്. എന്തൊക്കെയാണ്? റൈറ്റിംഗ് സർഫസ്. റൈറ്റിംഗ് സർഫസ് റഫ് സർഫസ് ആണ്.
സ്മൂത്ത് അല്ലേ? ഇത് റഫ് സർഫസിൽ നമ്മൾ ഇതിലെല്ലാം സംഭവിക്കുക, ഇപ്പൊ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു റഫ് ആയിട്ടുള്ള ഒരു വുഡൻ സർഫസിൽ വെക്കുകയാണ്, എന്താ സംഭവിക്കുക? ഹാൻഡ് റൈറ്റിംഗ് ഷേക്കി ആവും അല്ലെ? അതായത് സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് ആയിരിക്കും. അടുത്തത് റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എന്താ? ഐദർ പെൻ, പെൻസിൽ, സ്റ്റോൺ, ചോക്ക്. ഓരോന്നിനും എന്താണ് ഡിഫറെന്റ് മോഡ് ഓഫ് റൈറ്റിംഗ് ആയിരിക്കും. ഓക്കെ. പിന്നെ റൈറ്റിംഗ് എൻവയൺമെന്റ്. റൈറ്റിംഗ് എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ ലൈറ്റിംഗ് കണ്ടീഷൻ വരാം. ലൈറ്റിംഗ് കണ്ടീഷനാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. കൂടുതൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് ജസ്റ്റ് ഒരു ഫാക്ടറാണ് കേട്ടോ. ഇപ്പം ലൈറ്റ് കുറഞ്ഞ ആൾക്കാർ എഴുതുന്നുണ്ട്, ലൈറ്റിംഗ് കൂടിയ സ്ഥലത്ത് നിന്ന് എഴുതുന്നുണ്ട്. അതൊക്കെ ലൈറ്റിംഗ് കണ്ടീഷനാണ്, പുറമേല് റൈറ്റിംഗ് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റിംഗ് കണ്ടീഷനാണ്. ഇനി അടുത്തത് ആൽക്കഹോൾ അഡിക്ഷൻ ആണ്. ആൽക്കഹോൾ അഡിക്ഷൻ. ആൽക്കഹോൾ അഡിക്ഷൻ ആയിട്ട് എവിടെയാ ബാധിക്കുക? സെറിബെല്ലം എന്ന് പറയുന്ന ബ്രെയിനിന്റെ പാർട്ടിനെ ബാധിക്കാം. ഇപ്പൊ എന്താണ് നമുക്ക് സ്റ്റെബിലിറ്റി എന്താവും? കുറയും അല്ലെ? സ്റ്റെബിലിറ്റി കുറയും, ഷേക്കി മൂവ്മെന്റ് ആയിരിക്കും അല്ലെ? നമുക്ക് ആ ഒരു ബോഡി പോസ്റ്റർ തന്നെയാണ് ബാധിക്കുക. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പോസ്റ്ററിനാണ് അത് ബാധിക്കുക. ഓക്കെ, ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഡ്രഗ് അബ്യൂസ് ആണ്. ഡ്രഗ് അബ്യൂസോടെ ബാധിക്കുക നെർവസ് സിസ്റ്റത്തിനാണ് ബാധിക്കുക. നെർവസ് സിസ്റ്റം. ഡ്രഗ് ഇപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കുക നെർവസ് സിസ്റ്റം എഫക്ട് ചെയ്യുന്ന കാരണം അത് മസ്കുലാർ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യും. ഓവർ ഡോസ് ആയ ഡെത്ത് വരെ സംഭവിക്കാന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. മെമ്മറി ലോസ്. ഡ്രഗ് അബ്യൂസ് മൂലം ഉണ്ടാകുന്നത് മെമ്മറി ലോസ്, കോമ. ഓക്കെ. ഇനി അടുത്തത് പ്രോസ്തെറ്റിക്സ് ആണ്. പ്രോസ്തെറ്റിക്സ് അതായത് ആർട്ടിഫിഷ്യൽ എയ്ഡ്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതായത് ഹാൻഡ്ലെസ്നെസ് ഉള്ള ആൾക്കാർ, അതായത് കൈ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ എയ്ഡ് ആണ് പ്രോസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഹാൻഡ് റൈറ്റിംഗ് അതിനനുസരിച്ച് എഫക്ട് ചെയ്യും. പിന്നെ വരുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റിംഗ് കണ്ടീഷൻ ആണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത പ്രധാനപ്പെട്ടതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇപ്പം ഇല്ലിറ്ററേറ്റ് ആയ ആൾക്കാരാണെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ് ആയ ആളാണെങ്കിൽ അവിടെ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് ആണ്. ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഹാൻഡ് റൈറ്റിംഗ് എന്തായിരിക്കും? ഷേക്കി ആയിരിക്കും അല്ലെ? അതേപോലെ തന്നെ നീറ്റ്നെസ് ഉണ്ടാവില്ല, സ്ലോ റൈറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇല്ലിറ്ററേറ്റ് അൺഎഡ്യൂക്കേറ്റഡ് ആയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് ആണ്. അതേപോലെ തന്നെ ഷെയ്ക്ക് ആയിരിക്കും, നീറ്റ്നെസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമായിരിക്കാം, അതൊക്കെ സ്ലോ റൈറ്റേഴ്സ് ആയിരിക്കും. പിന്നെ ഇത്രയാണ് ഹാൻഡ് റൈറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. ഇനി അതേപോലെ കുറച്ച് കാര്യങ്ങളാണ്. അതിൽ മിസലേനിയസ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. മിസലേനിയസ് അത് ചിലപ്പോൾ എന്താ, ഇപ്പോ വെഹിക്കിൾ ആണെങ്കിൽ, വെഹിക്കിളിലോ ഇല്ലെങ്കിൽ നമ്മളൊരു മൂവിങ് ആയിട്ടുള്ള പ്ലേസ് ചെയ്യുന്നത്, ലൈക്ക് വെഹിക്കിളോ അങ്ങനെ ട്രെയിൻ, അങ്ങനെയൊക്കെ ആ ഒരു പ്ലേസിൽ ചെയ്യുന്നതിന് എന്താണ് ഹാൻഡ് റൈറ്റിംഗ് ഇതേപോലെ എഫക്റ്റ് ആവാറുണ്ട്. അത് മിസ്ലേനിയസിലാണ് പറയാറ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില ഫാക്ടേഴ്സ് ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും ആവാറുണ്ട്. ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്സും ആവാറുണ്ട്. അതായത് ഈ പറഞ്ഞ ഹാൻഡ്ലെസ്നെസ് അത് ഇൻട്രിൻസിക് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക്സ് ആവാം. അതേപോലെ തന്നെ ആംബി ഡെക്സ്ട്രിറ്റി എന്താവാം? ഇൻട്രിൻസിക് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ആവാം. ഇതാണ് മെയിൻ ആയിട്ടുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു.